കരയുന്ന തൊടുപുഴയാറ്. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിലെ ചില പ്രധാന വാർത്തകൾ. തൊടുപുഴയുടെ സമഗ്ര വികസനത്തിന് തൊടുപുഴയാറിന്റെ ഇരു സൈഡുകളും 20 അടി പുറമ്പോക്ക് 6 മീറ്റർ സ്ഥലം പുഴയ്ക്ക് അവകാശപ്പെട്ടതാണ്. തൊടുപുഴയുടെ സമഗ്ര വികസനത്തിനായി പുഴയോര റോഡ് പൂർത്തീകരിക്കണമെങ്കിൽ മൂവാറ്റുപുഴ തുടങ്ങി മലങ്കര ഡാം വരെ ഈ കയ്യേറ്റങ്ങൾ ഒഴിവാക്കേണ്ടതും തൊടുപുഴയുടെ ഭാവികാല വികസനത്തിന് അനിവാര്യമാണ്. തൊടുപുഴയാറിന്റെ ഇരു സൈഡിലുമുള്ള അതിർത്തികൾ ചോദിച്ചാൽ ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി അധികൃതർ കൈമലർത്തും. പുഴയോരം അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് സർക്കാരിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിലും ഇതിനൊക്കെ പുല്ലുവിലയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഇത് മുതലെടുത്തോണ്ട് കയ്യേറ്റക്കാർ പുഴയെ കാർന്നു തിന്നുകയാണ്. നിലവിൽ തൊടുപുഴ വെങ്ങല്ലൂർ പാലത്തിൽ നിന്നും ആരംഭിക്കുന്ന പുഴയോര ബൈപ്പാസ് റോഡ് ചാഴിക്കാട് ചെന്ന് തിരിച്ചുവിടുന്നു. ഈ റോഡ് യഥാർത്ഥമായി ചാഴിക്കാട് ഹോസ്പിറ്റലിന് പുറവശത്തുകൂടി റവന്യൂ ടവർ സ്ഥലം, ടൗൺ ഹാൾ, KSRTC വഴി ഉളമറ്റം വള്ളക്കടവ് വരെ തുടർന്ന് റോഡ് പോയാൽ മാത്രമേ തൊടുപുഴയുടെ സമഗ്ര വികസനം പൂർത്തീകരിക്കുകയുള്ളൂ. ഒരു രാഷ്ട്രീയക്കാർക്കും ഇതിനൊന്നും താല്പര്യവുമില്ല. പുഴയോരം പുറമ്പോക്ക് സ്ഥലത്തിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വൃക്ഷങ്ങൾ പട്ടാപ്പകൽ ഇത് മുറിച്ച് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തിട്ട് ഒരധികാരികളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വെട്ടിക്കൊണ്ടുപോയ മരത്തിന്റെ കുറ്റി വരെ പറിച്ചു മാറ്റിയിരിക്കുന്നു. തടി കടത്തിക്കൊണ്ടു പോവുകയും അതിന്റെ അവശിഷ്ടങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇത് ചോദ്യം ചെയ്യാൻ ആരും ഇല്ല എന്ന് കണ്ടുകൊണ്ട് ഇപ്പോഴും പണി അതിഗംഭീരമായി നടന്നു വരികയാണ്. ഇതിന് കൃത്യമായി നടപടി സ്വീകരിക്കേണ്ട നഗരസഭ കഥയറിയാതെ ആട്ടം കാണുകയാണ്. നഗരവാസികൾ പരസ്യമായി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലും രഹസ്യമായ ചർച്ചാ വിഷയം നാട്ടുരാജ്യ ന്യൂസിനെ ഓർമ്മപ്പെടുത്തി. 1 വർഷം മുമ്പ് ഒരു സ്വകാര്യ വ്യക്തി മരം മുറിച്ച് ഈ പുഴയിലേക്ക് പൂർണ്ണമായും അതിന്റെ അവശിഷ്ടങ്ങൾ ഇട്ടിട്ടും അത് വാർത്ത ചിത്രീകരിച്ചിട്ടും ആ ഉടമസ്ഥയ്ക്കെതിരെ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തോടുകളിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന തൊടുപുഴയാറ് കരജൈവ മാലിന്യങ്ങൾ കൊണ്ടും പൊറുതിമുട്ടുന്നു. 365 ദിവസവും നിറഞ്ഞൊഴുകുന്ന ഈ പുഴയെ സംരക്ഷിക്കാൻ ഓരോ തുള്ളി ജലവും അമൂല്യമാണെന്ന് പറയുന്ന നമ്മുടെ സർക്കാർ എന്തുകൊണ്ടാണ് ഇതിനെ സംരക്ഷിക്കാൻ കരുതൽ നടപടികൾ സ്വീകരിക്കാത്തത്? പുഴയോരങ്ങൾ കെട്ടി സംരക്ഷിക്കാൻ സർക്കാർ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് ചില അനധികൃത കയ്യേറ്റക്കാരുടെ സ്ഥലം മാത്രമാണ് കെട്ടുന്നതെന്നും മുൻകാലങ്ങളിൽ തൊടുപുഴയ്ക്ക് അനുഭവമുണ്ട്. എന്നാൽ കഴിഞ്ഞ പ്രളയകാലത്തും പുഴ തന്നെ ഇതിൻ്റെ അതിർത്തി തിട്ടപ്പെടുത്തിയിട്ടും 2 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ അതിർത്തി തിട്ടപ്പെടുത്താൻ നമ്മുടെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. അനധികൃതമായി കെട്ടിപ്പൊക്കുന്ന കെട്ടിടങ്ങൾക്കെല്ലാം പ്രളയകാലത്ത് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതെ ഇനിയെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മുനിസിപ്പൽ കൗൺസിൽ യോഗം പുഴയോരത്ത് പുതിയതായി മതിൽ കെട്ടുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും പുഴയോര പുറമ്പോക്ക് തള്ളിയിട്ടിട്ട് വേണമെന്നുള്ള കർശനമായ ഒരു തീരുമാനത്തേക്ക് എത്തിയില്ലെങ്കിൽ തൊടുപുഴയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തം തന്നെ. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.